ആലപ്പുഴയിലെ ഒരു വീടിന്റെ വിശേഷത്തിലേക്കാണ്. സർവ്വവും പട്ടാളമയമുള്ള ഒരു വീടുണ്ട് ആലപ്പുഴയിലെ മുഹമ്മയിൽ. ആ വീട്ടിലെ മുഴുവൻ ആളുകൾക്കും ജോലി പട്ടാളത്തിലാണ്. വീട്ടു പേര് ആർമി ഹൗസ്. വീട്ടിലെ കിണറിന് വരെ ഉണ്ട് ഒരു പട്ടാള ടച്ച്. മുഹമ്മ തണ്ണീർമുക്കം റോഡ് വശത്താണ് ദി ആർമി ഹൗസ്. സൈന്യത്തിൽ നിന്ന് കേണലായി വിരമിച്ച KB ജയരാജിന്റെയും സൈനിക സ്കൂൾ അധ്യാപികയായിരുന്ന ചാന്ദിനിയുടെയും വീട്. വളരെ സെൻറ്റിമെൻ്റൽ റിലേഷനാണ് ആർമിയോടും ആം ഫോഴ്സസിനോടും ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പുതിയ വീട് വെച്ചപ്പോഴത്തേക്കും ഒത്തിരി ആലോചിച്ചു എന്താണ് വീടിൻ്റെ പേരിടുന്നതെന്ന്. പല പ്രപ്പോസൽസും വന്നു, പല ഡിഫറെൻറ്റ് പേരുകളൊക്കെ ഇടാമെന്ന്. പക്ഷേ എൻ്റെ വൈഫിൻ്റെ സജഷനായിരുന്നു നമുക്ക് ആർമി ഹൗസ് ആണ് നമ്മൾ കൂടുതൽ റിലേറ്റഡ് ആർമി. അപ്പോൾ അത് കേട്ടപ്പോഴേ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ സിവിലിൽ അങ്ങനെ ആരും പേര് കേട്ടിട്ടില്ല. അപ്പോൾ ഈവൻ ഞങ്ങളുടെ ആർമിയിലും നേവിയിലും എയർഫോഴ്സിലൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ചോദിക്കും, ദി ആർമി ഹൗസ് എന്ന് പറഞ്ഞാൽ അവരിവിടെ നിർത്തി വണ്ടിയൊക്കെ നിർത്തിയിട്ട് അകത്തൊന്ന് ചോദിക്കും എന്താണ് ഇത് ആർമി ഹൗസ്, ഇത് വല്ല ആർമിയായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്. അതൊരു കൗതുകമുള്ളൊരു പേരാണ്. അത് കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഏകമകൻ ജിക്കി സൈന്യത്തിൽ മേജറാണ്. ആദ്യം അവൻ IAS എഴുതണമെന്ന് പറഞ്ഞു. ആഫ്റ്റർ BTech അതിന് പ്രിപ്പയർ ചെയ്തു. അപ്പോഴത്തേക്ക് SSB വന്നു. ഞാൻ SSBക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇഫ് യു ആർ വില്ലിങ് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ എയർഫോഴ്സ് അറ്റംപ്റ്റ് ചെയ്തു, ആർമി അറ്റംപ്റ്റ് ചെയ്തു, എല്ലാത്തിലും അവൻ സെലക്റ്റായി. പക്ഷെ അവന് ഗ്രീൻ യൂണിഫോമിനോടായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പോൾ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ അവൻ ആർമി തന്നെ സെലക്ട് ചെയ്തു. കുടിവെള്ളക്കിണറിലും സേനയോടുള്ള നിറഞ്ഞ സ്നേഹമാണ്. പലരും വന്ന് ചോദിച്ചു, ഇതിൻ്റെ അകത്ത് നിന്ന് ഫയർ ചെയ്യാൻ ഒക്കുമോ, ഞങ്ങളുടെ അവിടെ എങ്ങാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് വീഴുമോ എന്നൊക്കെ ചോദിച്ചു. അല്ല, ഞങ്ങൾ പറഞ്ഞു ഇല്ല, അതൊന്നും അല്ല, ഒരു മോഡൽ മാത്രമാണ്. അത് കൂടാതെ ഈ ആം ഫോഴ്സസിലുള്ള ഓഫീസേഴ്സും ട്രൂപ്സും ഒക്കെ ഈ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുമായിരുന്നു, വേർ ഡിഡ് യു ഗെറ്റ് ദിസ്. ഞങ്ങൾക്ക് ഈ പഴയ ആർട്ടിഫാക്ട്സ് ഒക്കെ ഇങ്ങനെ ചിലപ്പം ഇതൊക്കെ അതൊക്കെ ഈ കളക്ടേഴ്സിനൊക്കെ കൊടുക്കുന്ന ഉണ്ടായിരുന്നു പഴയ കാലത്തൊക്കെ. ഇപ്പോൾ അതൊക്കെ നിർത്തി, ഇപ്പോൾ അത് മ്യൂസിയത്തിലൊക്കെ പോകുള്ളൂ. അപ്പോൾ അങ്ങനെ വല്ലതും കിട്ടിയാണോ എന്ന് അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതും ആർട്ടിലറിയിലുള്ള ഓഫീസേഴ്സ് തന്നെ ഇത് കണ്ടിട്ട് അത് ഒറിജിനൽ ഗണ്ണാണല്ലോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇതൊക്കെ ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് സ്കൾപ്ചറർ, ഹി വാസ് വെരി ഗുഡ്. കാർഗിൽ യുദ്ധ പോരാളിയാണ് റിട്ടയർഡ് കേണൽ KB ജയരാജ്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ തന്നെ നമ്മുടെ കൂടെയുണ്ട്. രഘു, എല്ലാത്തിനും ഒരു പട്ടാള ടച്ച് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സേനയോടുള്ള സ്നേഹവും അവരുടെ നേട്ടങ്ങളും എല്ലാം നിറഞ്ഞ് കാർഗിൽ യുദ്ധത്തിന് വരെ ഓർമ്മകളുണ്ടെന്ന് പറയുന്നു. വിജയ ദിവസം പോലും വരാൻ പോവുകയാണ്. അങ്ങനെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണല്ലേ? നമ്മുടെ കാർഗിൽ വിജയ ദിവസ് വരാൻ പോവുകയാണ്. അതിൻ്റെ ആഘോഷങ്ങളിലേക്കൊക്കെ രാജ്യം കടന്നിരിക്കുകയാണ്. ജയരാജ് സാറിനെ പോലെയുള്ള ധാരാളം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സൈനികരാണ് ആ വിജയം നമുക്ക് സമ്മാനിച്ചത്. ചിലർക്ക് വീരമൃത്യു വരിക്കേണ്ടിയും വന്നു. അത്തരത്തിൽ ഒരുപാട് പാരമ്പര്യവും ഒരുപാട് യുദ്ധത്തിൻ്റെയൊക്കെ തീവ്രതയും അനുഭവിച്ചിട്ടൊക്കെയുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ എന്ന് മാത്രമല്ല, അദ്ദേഹം ജനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം ഒരു 1950-ൽ പെൻഷൻ പറ്റി തിരിച്ചു വന്ന ആളാണെന്നാണ് ജയരാജ് സാറ് പറഞ്ഞത്. അച്ഛൻ, മകൻ, പിന്നീട് ജയരാജ് സാറിൻ്റെ മകനും പട്ടാളത്തിൽ ചേർന്നു. അങ്ങനെ ഒരു പട്ടാളത്തിൻ്റെ കുടുംബം, അവർക്കെല്ലാം സമ്മാനിച്ചത് പട്ടാളമാണ്. എന്ന് മാത്രമല്ല, അതൊരു ഹൃദയവികാരമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ വീടിന് ആർമി ഹൗസ് എന്ന് പേരിട്ടത്. എന്ന് മാത്രമല്ല, ആ വീട്ടിലെ ഷോക്കേസിലുള്ള ഭൂരിഭാഗം സാധനങ്ങളുമൊക്കെ ഈ ആർമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചത് ഇതല്ല, സെക്കൻഡറാബാദിൽ അദ്ദേഹത്തിന് മറ്റൊരു വീടുണ്ട്, അവിടെയാണ് ഇതിലും കൂടുതൽ
കാര്യങ്ങളുള്ളത്. അതുകൂടി ഇവിടേക്ക് കൊണ്ടുവന്നാൽ ആ വീട് നിറയെ സൈന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വലിയ ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ഈ നല്ല ആളുകൾ, അദ്ദേഹം സൈനിക സ്കൂളിൽ പഠിച്ച ആളാണ് അന്നത്തെ കാലത്ത്. അദ്ദേഹത്തിന് ഒക്കെ ഒരുപാട് ഈ സൈന്യവുമായി ബന്ധപ്പെട്ടാണെങ്കിലും സൈനിക സ്കൂളുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിലും ധാരാളം കഥകൾ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് വളരെ കേട്ടിരിക്കാൻ വളരെ നമുക്കൊരു അത്ഭുതം തോന്നുന്നുണ്ട് അല്ലേ? അത് എല്ലാം അവിടെ ഓർമ്മിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. സ്നേഹം എന്ന് പറയുമ്പോൾ, സേനയോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിനോടുള്ള സ്നേഹം, അങ്ങനെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണ്. അങ്ങനെ കൂടെ ചേർത്ത് കൊണ്ടുപോകുന്നതിൽ ഒരു ബഹുമാനവും കൂടി തോന്നുന്നു ആ വീട്ടുകാരോട്. ശരി.